ഒരു കേസിൽ ശിക്ഷ വിധിക്കുമ്പോൾ കോടതി സമൂഹത്തോടാണോ കുറ്റവാളിയോടാണോ നീതി പുലർത്തേണ്ടത്? നടിയാക്രമണ കേസിൽ 6 പ്രതികൾക്കും ശിക്ഷ വിധിച്ച ശേഷം കോടതി പറഞ്ഞ വാക്കുകൾ വിചിത്രമാണ്. നടിയാക്രമണ കേസ് ഇരയിലും സമൂഹത്തിലും ഉണ്ടാക്കിയ ആഘാതം കണക്കിലെടുക്കണമെന്ന് പറഞ്ഞ കോടതി കുറ്റകൃത്യത്തിൻ്റെ ചരിത്രം, പ്രതിയുടെ മനപരിവർത്തനത്തിൻ്റെ സാധ്യത, ശിക്ഷയുടെ ലക്ഷ്യങ്ങൾ എന്നിവയും പരിഗണിക്കണമെന്ന് വ്യക്തമാക്കിയാണ് വിധി പ്രഖ്യാപനം നടത്തിയത്. ശിക്ഷ വിധിക്കുമ്പോൾ കോടതി വികാരങ്ങൾക്ക് അടിമപ്പെടാൻ പാടില്ല, പക്ഷപാതപരമായി പെരുമാറാൻ കഴിയില്ല. പക്ഷേ ഇവിടെ കൂട്ടബലാത്സംഗം തെളിയിക്കപ്പെട്ടിട്ടും പ്രതികൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ 20 വർഷം മാത്രം കഠിന തടവ്. അവിടെ പരിഗണിക്കപ്പെട്ടത് പ്രതികളുടെ പ്രായമാണ്, അവരുടെ കരച്ചിലാണ്. തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞ പൾസർ സുനി, ഭാര്യയും 2 കുട്ടികളുമുണ്ടെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നുമുള്ള മണികണ്ഠൻ്റെ വാദങ്ങൾ, കോടതിയിൽ പൊട്ടിക്കരഞ്ഞ മാർട്ടിൻ, കുടുംബ പശ്ചാത്തലം കോടതിയിൽ പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റാൻ പ്രതികൾ ശ്രമിച്ചപ്പോൾ ഇവിടെ അതിജീവിതയുടെ കണ്ണീരും ദുരിതവും ആരാണ് കണ്ടത്? ഇതൊക്കെ എന്ത് നീതിയാണ് കിട്ടിയത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കേരളം 8.5 വർഷത്തോളം നീതിക്ക് വേണ്ടി കാത്തിരുന്ന ദിനം. ഒടുവിൽ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന ചോദ്യം ബാക്കി. എല്ലാ പ്രതികൾക്കും 20 വർഷം കഠിന തടവാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് വിധിച്ചിരിക്കുന്നത്. പ്രതികളുടെ പ്രായം പരിഗണിച്ചാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ വിധിച്ചതെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ പിഴത്തുകയിൽ നിന്ന് നൽകാനും വിധിയിൽ പറയുന്നു. ഇരയുടെ വിവാഹ നിശ്ചയ മോതിരം തിരികെ നൽകണം. കോളിളക്കമുണ്ടാക്കിയ കേസാണിതെന്നും ഒരു പെൺകുട്ടിയുടെ അന്തസ്സിനെ ഹീനമായി ഹനിക്കുന്ന ക്രൂരകൃത്യമാണ് പ്രതികൾ നടത്തിയതെന്നും കോടതി വ്യക്തമാക്കി. ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽ NS, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി ബി മണികണ്ഠൻ, 4ാം പ്രതി VP വിജീഷ്, 5ാം പ്രതി വടിവാൾ സലീം എന്ന H സലീം, 6ാം പ്രതി പ്രദീപ് എന്നിവർക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. മുഖ്യപ്രതി പൾസർ സുനിക്ക് ജീവപര്യന്തം തടവ് നൽകണമെന്ന ആവശ്യവും നിരാകരിച്ചാണ് കോടതി എല്ലാ പ്രതികൾക്കും 20 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചത്. അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ പിഴത്തുകയിൽ നിന്ന് നൽകാനും വിധിയിൽ പറയുന്നു. 1ാം പ്രതി സുനിലിന് IT ആക്ട് പ്രകാരം 5 വർഷം കൂടി തടവുണ്ട്. ഇത് പക്ഷേ 20 വർഷത്തെ കഠിന തടവിനൊപ്പം അനുഭവിച്ചാൽ മതി. ജീവപര്യന്തം തടവാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിലും 20 വർഷം കഠിന തടവിന് വിധിക്കുകയായിരുന്നു. പൾസർ സുനി 7.5 വർഷം റിമാൻഡ് തടവുകാരനായിരുന്നു. മറ്റു പ്രതികളും 5 വർഷത്തോളം തടവിൽ കഴിഞ്ഞതാണ്. ജയിലിൽ കിടന്ന കാലയളവിൽ കോടതി ഇളവ് നൽകിയിട്ടുണ്ട്. ഉദ്വേഗജനകമായ ഒരു പകൽ നീണ്ട കാത്തിരിപ്പിനും വാദപ്രതിവാദങ്ങൾക്കും ശേഷമാണ് പ്രതികൾക്കുള്ള ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. പ്രതികളുടെ പ്രായം കൂടി പരിഗണിക്കണമെന്നും എല്ലാ പ്രതികളും 40 വയസ്സിന് താഴെയുള്ളവരാണെന്നും കോടതി വിധിയിൽ പറയുന്നു. ശിക്ഷാവിധി പ്രഖ്യാപിച്ചപ്പോൾ പ്രതികളുടെ പ്രായത്തിനൊപ്പം കുടുംബസ്ഥിതിയും കണക്കിലെടുത്താണ് പ്രതികൾക്ക് കൂട്ടബലാത്സംഗ കേസിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതേസമയം അതിജീവിത കടന്നുപോയത് വലിയ ട്രോമയിൽ കൂടിയാണെന്നും വിധിയിൽ പറയുന്നു. അങ്ങേയറ്റം സെൻസേഷണൽ കേസെന്ന് കോടതി പറഞ്ഞെങ്കിലും അത് വിധിയെ ബാധിക്കില്ലെന്നും വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി. ഒരു പെൺകുട്ടിയുടെ അന്തസ്സിനെ ഹീനമായി ഹരിക്കുന്ന ക്രൂരകൃത്യമാണ് പ്രതികൾ നടത്തിയത്. ശിക്ഷയിൽ മേലുള്ള വാദം പൂർത്തിയാക്കിയ ശേഷമാണ് ജഡ്ജി ഹണി എം വർഗീസ് വിധി പറഞ്ഞത്. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, ഇത് പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇത് പ്രകാരമാണ് കോടതി വിധി പറഞ്ഞതും. തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂവെന്നാണ് പൾസർ സുനി പറഞ്ഞത്. തന്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെന്നും താനാണ് കുടുംബം നോക്കുന്നതെന്നും 2ാം പ്രതി മാർട്ടിൻ പറഞ്ഞു. ശിക്ഷാവിധി കേട്ട് മാർട്ടിൻ പൊട്ടിക്കരഞ്ഞു. തനിക്ക് ചെറിയ കുട്ടികളുണ്ടെന്നും നിരപരാധിയാണെന്നും മണികണ്ഠൻ കോടതിയോട് പറഞ്ഞു. എന്നാൽ 6 പ്രതികൾക്കും
ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യം. സുനി മാത്രമല്ലേ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. യഥാർത്ഥ പ്രതി മറഞ്ഞിരിക്കുകയാണെന്നും കുറ്റം ചെയ്തത് എല്ലാവരും ചേർന്നാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അനാവശ്യ വിവാദങ്ങൾ തുടക്കം മുതൽ സൃഷ്ടിച്ചെന്നും തന്റെ ഭൂതകാലം തിരയേണ്ടവർ തിരഞ്ഞോളൂവെന്നും ജഡ്ജി ഹണിയം വർഗീസ് വാദത്തിനിടെ പറഞ്ഞു. പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനും കോടതി നിർദ്ദേശിച്ചു. കേസിലെ നിർണായക തെളിവായ പെൺഡ്രൈവ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജാഗ്രതയോടെ സൂക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ 8ാം പ്രതി നടൻ ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ നേരത്തെ കോടതി വെറുതെ വിട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി. പ്രതികളുടെ പ്രായം, അവരുടെ കുടുംബം, ഭാര്യയും കുഞ്ഞുങ്ങളും. എന്നാൽ വിവാഹം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ അർദ്ധരാത്രിയിൽ പിച്ചു ചീന്തിയവരുടെ സഹതാപം. കേരള സമൂഹത്തിനാകെ സ്വീകാര്യമല്ലാത്ത വിധി. നടിയെ ആക്രമിച്ച കേസിലെ വിധിയോട് അതിജീവിതയുടെ അഭിഭാഷക പ്രതികരിച്ചത് ഇങ്ങനെയാണ്. വിധിയിൽ നിരാശയെന്നും പരിപൂർണ നീതി കിട്ടിയില്ലെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാർ പ്രതികരിച്ചു. ഇനി അറിയേണ്ടത് പ്രോസിക്യൂഷന്റെ തുടർ നീക്കങ്ങളാണ്. ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റകൃത്യം ഇരയിലും സമൂഹത്തിലുമുണ്ടാക്കിയ ആഘാതം കോടതി കണക്കിലെടുക്കേണ്ടതുണ്ടെന്നാണ് വിധിന്യായത്തിൽ കോടതി പറഞ്ഞത്. ശിക്ഷ വിധിക്കുമ്പോൾ സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണം കാര്യങ്ങൾ. കുറ്റകൃത്യത്തിന്റെ ചരിത്രം, പ്രതിയുടെ തിരുത്തപ്പെടാനുള്ള സാധ്യത, ശിക്ഷയുടെ ലക്ഷ്യങ്ങൾ എന്നിവയും പരിഗണിക്കണം. ശിക്ഷ വിധിക്കുമ്പോൾ കോടതി വികാരങ്ങൾക്ക് അടിമപ്പെടാനോ പക്ഷപാതപരമായി പെരുമാറാനോ പാടില്ലെന്നും വ്യക്തമാക്കി. എന്നാൽ വിധി വന്നപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന് പ്രതികരിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാർ വിചാരണ കോടതിയിൽ നിന്ന് പരിപൂർണ നീതി കിട്ടിയില്ലെന്നും ആവർത്തിച്ചു. ഇന്നത്തെ ശിക്ഷ A1 മുതൽ A6 വരെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, 2 കഠിന തടവ്, അതായത് 120B-ക്കും 376D-ക്കും 366-ന് 10 വർഷം കഠിന തടവും കൂടാതെ ഫൈനുമുണ്ട്. മറ്റ് വകുപ്പുകൾ അനുസരിച്ചും ശിക്ഷിച്ചിട്ടുണ്ട്. 376D-യെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പീൽ നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യും. ശിക്ഷാവിധി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. ഇപ്പോൾ പ്രഖ്യാപിച്ച ശിക്ഷ കോടതിയുടെ ഔദാര്യമല്ല, പ്രോസിക്യൂഷന്റെ അവകാശമാണെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. കേരള സമൂഹത്തിനാകെ സ്വീകാര്യമല്ലാത്ത ഒരു വിധിയെന്നാണ് അതിജീവിതയുടെ അഭിഭാഷകയായ TB മിനി പ്രതികരിച്ചത്. മാസ്റ്റർ കോൺസ്പിറേറ്റർ ആയിട്ടുള്ള ആളെ വെറുതെ വിട്ട് മറ്റു പ്രതികൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമാണ് അനുഭവിക്കുന്നതെന്നും TB മിനി പ്രതികരിച്ചു. മതിയായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന വാദം പച്ചക്കള്ളമാണെന്നും അതിജീവിതയുടെ വക്കാലത്ത് അവസാനിച്ച ശേഷം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്നും TB മിനി പറഞ്ഞു. 8-ാം തീയതിയിലത്തെ കാര്യം കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷയില്ല. എല്ലാ കുറ്റക്കാരാരാണെന്നും നിരപരാധികൾ ആരാണെന്നും കുറ്റം പൂർണ്ണമായും തെളിയിക്കാത്തവരാരാണെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞു. പ്രതികൾക്കുള്ള ശിക്ഷ പോരെന്നും അപ്പീൽ പോകണം എന്നും താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ശ്വേത മേനോൻ പ്രതികരിച്ചു. അത് സത്യം പറഞ്ഞാൽ ഇതിന് അപ്പീൽ പോകണമെന്നാണ് ഞാൻ പേഴ്സണലി ഞാനാണെങ്കിൽ ഞാൻ എന്തായാലും അപ്പീൽ പോയല്ലേ. ഐ തിങ്ക് ആ കുട്ടീൻ്റെയും അത് തന്നെയാണ് റിക്വസ്റ്റ്. അപ്പോൾ കേട്ടോ അതെനിക്കറിയില്ല, ഒത്തിരിപ്പോൾ മെമ്പറല്ലോ. ഇല്ല, ഇതുവരെയ്ക്ക് അങ്ങനെ ഒരാളും അങ്ങനത്തൊരു എന്താ പറയുക ഒരു റിക്വസ്റ്റ് വരെ ഇട്ടിട്ടില്ല. എന്തായാലും ശിക്ഷാവിധി വന്നതോടെ ഇനി പ്രോസിക്യൂഷന്റെ നീക്കങ്ങളാണ് ശ്രദ്ധേയം. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിയിൽ മാത്രമല്ല, പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷ വിധിച്ചതിനെതിരെയും അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഏതൊരു കൊലപാതക കേസും പരിശോധിച്ചാൽ അതിൻ്റെ കാരണം മദ്യമോ ലഹരിയോ ആകും. കാരണം ലഹരി തലയ്ക്ക് പിടിച്ചാൽ പിന്നെ സുബോധം നഷ്ടപ്പെടും. പിന്നെ ആരെയും കൊല്ലാനും മടിക്കില്ല. പാലാ തെക്കേക്കരയിൽ യുവാവ് സുഹൃത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയത് മദ്യലഹരി ഉണ്ടായ വാക്ക് തർക്കത്തിനിടെയാണ്. ആലപ്പുഴ കളർക്കോട് സ്വദേശി വിപിനാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സുഹൃത്ത് ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബിനീഷിൻ്റെ കാമുകിക്ക് വിപിൻ മെസ്സേജ് അയച്ചതാണ് തർക്കത്തിനും പിന്നീട് കൊലപാതകത്തിനും കാരണമായത്.
പാലാ തെക്കേക്കരയിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടെത്തിയതാണ് ബിനീഷും വിപിനും. വീട് പണി പൂർത്തിയായി പാലുകാച്ചൽ ചടങ്ങ് നടക്കാനിരിക്കെയാണ് ഇരുവർക്കുമിടയിൽ കത്തിക്കുത്തുണ്ടായത്. ജോലിക്കായി ഇരുവരും താമസിച്ചിരുന്ന മുരിക്കുംപുഴ ക്ഷേത്രത്തിന് സമീപമുള്ള വീടിന് മുന്നിലെ റോഡിൽ രാത്രിയാണ് സംഭവം. ബിനീഷിന്റെ കാമുകിക്ക് വിപിൻ മെസ്സേജ് അയച്ചത് കണ്ടതോടെയാണ് തർക്കമായത്. ബിനീഷിന് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് വിപിൻ മെസ്സേജിലൂടെ പറഞ്ഞത് കത്തിക്കുത്തിലേക്ക് നയിക്കുകയായിരുന്നു. പാലുകാച്ചലിന്റെ തലേദിവസമായതിനാൽ മദ്യസൽക്കാരവും ഇവിടെ ഉണ്ടായിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചു. മദ്യലഹരിയിലായിരുന്നു പരസ്പരമുള്ള തർക്കവും കൊലപാതകവും. അക്രമം സമീപ വീടുകളിൽ താമസിച്ചിരുന്ന തൊഴിലാളികൾ കണ്ടു. കുത്തേറ്റ് ഗുരുതര പരിക്കുകളോടെ പാലാ ജനറൽ ആശുപത്രിയിലെത്തിച്ച വിപിന്റെ മരണവിവരം അറിയാതെ ആശുപത്രിയിലെത്തിയപ്പോഴാണ് ബിനീഷ് പിടിയിലായത്. ന്യൂസ് 18 കോട്ടയം. എറണാകുളം മലയാറ്റൂരിൽ ചിത്രപ്രിയ എന്ന 19-കാരി കൊല്ലപ്പെട്ട കേസിൽ ഏറെ നിർണായകമായത് ഒരു CCTV ദൃശ്യമാണ്. ചിത്രപ്രിയയും കാമുകൻ അലനും ഒന്നിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളെന്ന രീതിയിൽ പോലീസ് അത് പുറത്തുവിട്ടിരുന്നു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട തരത്തിൽ പ്രചരിച്ച CCTV ദൃശ്യങ്ങളിലുള്ളത് അവർ രണ്ടുപേരുമല്ലെന്നും അത് തെറ്റായ വിവരങ്ങളെന്നും ബന്ധുക്കൾ പറയുന്നു. യുവദമ്പതികൾ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. ഈ CCTV ദൃശ്യങ്ങളുടെ ചുവട് പിടിച്ച് പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടന്നിരുന്നു. അതേസമയം കേസിൽ അറസ്റ്റിലായ അലന് പുറമെ മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. മുണ്ടങ്ങമറ്റം സ്വദേശിനി ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ സുഹൃത്ത് കൊറ്റമം കുറിയേടം അലൻബെന്നിയെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊലയ്ക്ക് മുമ്പ് ചിത്രപ്രിയ രാത്രി അലനൊപ്പം ബൈക്കിൽ പോകുന്നതിൻ്റെതാണെന്ന തരത്തിലാണ് CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചത്. പുലർച്ചെ 1:53 മലയാറ്റൂരിലെ ഒരു കുരിശടിക്ക് മുമ്പിൽ ബൈക്കിൽ വരുന്നതായിരുന്നു ദൃശ്യങ്ങളിൽ. എന്നാൽ CCTV ദൃശ്യത്തിലുള്ളത് ചിത്രപ്രിയയല്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതായും സഹോദരി ഭർത്താവ് ശരത്ലാൽ പറഞ്ഞു. ഇക്കാര്യം പോലീസിനെയും അറിയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന CCTV വിഷ്വൽസിൽ ഉണ്ടായിരുന്ന ഒറിജിനൽ ആയിട്ടുള്ള ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു. ആ കോൺടാക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സിനിമ കണ്ട് മടങ്ങുന്ന വഴി 1:30 1:45 തോന്നുന്നു. ആ ടൈമിൽ അവരവിടെ പള്ളിയിൽ ഇറങ്ങി ജസ്റ്റ് ഒന്ന് പള്ളിയിൽ ഇറങ്ങി വന്ന് പോയതാണ്. അവരതിൽ ഇൻവോൾവ് ആയതിന് ഭയങ്കര വിഷമമുണ്ട് അവർക്ക്. അവരെന്നെ വിളിച്ച് സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും പെൺകുട്ടി സുഹൃത്തിനൊപ്പം കറങ്ങി നടക്കുകയായിരുന്നു എന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ കുടുംബത്തിന് നേരെ അധിക്ഷേപമുണ്ടായത്. യുവദമ്പതിമാർ കുരിശടിക്ക് മുമ്പിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ചിത്രപ്രിയയുടെയും സുഹൃത്തിന്റേതും എന്ന തരത്തിൽ പ്രചരിച്ചത്. ബ്രോ, ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സുമായിട്ട് നൈറ്റ് റൈഡ് വന്നതിൻ്റെ ഒരു വീഡിയോസ് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുൾ ഇങ്ങനെ പബ്ലിഷ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ മരിച്ചുപോയ കുട്ടി അവരുടെ വീഡിയോ ആണെന്നുള്ള രീതിയിൽ പബ്ലിഷ് ആക്കുന്നത്. പക്ഷെ ആ വീഡിയോയിലുള്ളത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സുമാണ്. ഞങ്ങളിങ്ങനെ നൈറ്റ് റൈഡ് ഇങ്ങനെ പോവാറുള്ളതാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടേക്ക് വന്നതാണ്. ആ വീഡിയോയാണ് ഇപ്പൊ ഇവര് വേണ്ടാത്ത രീതിയിൽ ഇങ്ങനെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ ഫുൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. തെറ്റായ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് പോലീസിൽ നിന്നാണെന്നാണ് വിവരം. എന്നാൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. ഇപ്പോഴത്തെ വിവാദം അന്വേഷണത്തെ ബാധിക്കില്ലെന്ന നിലപാടിലാണ് പോലീസ്. മലയാറ്റൂർ അടിവാരത്തിന് സമീപം സെബിയൂർ കാടപ്പാറ റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിലാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 മൃതദേഹം കണ്ടെത്തിയത്. ബംഗളൂരുവിൽ BBA ഏവിയേഷൻ വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയ ഒരാഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായെന്നും മദ്യലഹരിയിൽ ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയെന്നുമാണ് അലൻ പോലീസിന് നൽകിയ മൊഴി. ചെവിക്ക് താഴെ കല്ലുകൊണ്ട് അടിയേറ്റതിനെ തുടർന്നുള്ള മുറിവും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം ചിത്രപ്രിയയും അലനും തമ്മിൽ നേരത്തെയും പലവട്ടം വഴക്കുണ്ടായിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പെൺകുട്ടിക്ക് വേറെയും സൗഹൃദങ്ങളുണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്. അന്വേഷണം അലനിൽ ഒതുക്കി നിർത്തില്ലെന്നും കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും റൂറൽ SP M ഹേമലത കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അലനെ ഉടൻ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ചിത്രപ്രിയയുടെയും അലന്റെയും മൊബൈൽ ഫോണുകൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്.
2 ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അലൻ മദ്യം മാത്രമാണോ കഴിച്ചത് അതോ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കുടുംബത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു സ്ത്രീയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് സ്വന്തം മക്കളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും അല്ലേ? എന്നാൽ കാസർഗോഡ് ഉപ്പളയിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ തനിച്ചാക്കി ജീവനൊടുക്കിയ ഒരമ്മയെക്കുറിച്ച് കേട്ടു. ഉപ്പള സോങ്കാലിയിൽ 25-കാരിയെ ഭർത്തൃ വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോങ്കാലി സ്വദേശി മൊയ്തീൻ സവാദിൻ്റെ ഭാര്യ ഫാത്തിമത്ത് നസ്ബീനയാണ് മരിച്ചത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുടുംബ പ്രശ്നമാകാം ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഉപ്പള സോങ്കാലിലാണ് 25-കാരിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കൊടങ്കൈ റോഡിലെ മൊയ്തീൻ സവാദിന്റെ ഭാര്യ ഫാത്തിമത്ത് നസ്ബീനയാണ് മരിച്ചത്. കിടപ്പുമുറിയുടെ ജനലിൽ തൂങ്ങിയ നിലയിൽ കാണപ്പെട്ട യുവതിയെ ഉടൻ മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നു. 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവാണ് നസ്ബീന. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. മരണകാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കർണാടകയിലെ കുടകിൽ കഴിഞ്ഞ മാർച്ചിലുണ്ടായ കൂട്ടക്കുരുതി ആ നാടിനെ മുഴുവൻ നടുക്കിയ സംഭവമാണ്. വയനാട് സ്വദേശിയായ യുവാവ് ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് നടത്തിയ കൂട്ടക്കൊലപാതകം. ഭാര്യയും ഭാര്യയുടെ മുൻ ബന്ധത്തിലെ മകളെയും അവരുടെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും വെട്ടിക്കൊന്ന കേസിൽ പ്രതിക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. വയനാട് സ്വദേശി ഗിരീഷിനാണ് വിരാജ്പേട്ട ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ മാർച്ച് 27-നായിരുന്നു കർണാടകയാകെ നടക്കിയ കൊലപാതകം. പ്രതി ഒരു മലയാളി യുവാവ്. കുടക് പൊന്നമ്പേട്ട് താലൂക്കിലെ ഗോത്രവർഗ കോളനിയിൽ താമസിച്ചു വന്ന കുടുംബത്തിലെ 4 പേരെയാണ് വയനാട് തലപ്പുഴ അത്തിമല ഉന്നതിയിലെ ഗിരീഷ് കൊലപ്പെടുത്തിയത്. ഭാര്യ നാഗി, നാഗിയുടെ 5 വയസ്സുള്ള മകൾ കാവേരി, നാഗിയുടെ അമ്മ ജയയുടെ മാതാപിതാക്കളായ കരിയ, ഗൗരി എന്നിവരെ ഗിരീഷ് കൊലപ്പെടുത്തിയ വിവരം തൊട്ടടുത്ത ദിവസമാണ് പുറംലോകമറിഞ്ഞത്. നാഗി മുൻ ഭർത്താവ് സുബ്രഹ്മണ്യനുമായി ബന്ധം തുടരുന്നെന്നാരോപിച്ച് മദ്യപനായ ഗിരീഷ് ദിവസവും വഴക്കിടാറുണ്ടായിരുന്നു. ഇതാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊലയ്ക്ക് ശേഷം സമീപത്തെ തോട്ടത്തിലൊളിച്ച ഗിരീഷ് പുലർച്ചെ ഒരു ഓട്ടോറിക്ഷയിൽ വിരാജ്പേട്ടിലെത്തി അവിടെ നിന്ന് ബസ്സിൽ കേരളത്തിലേക്ക് കടന്നു. ബാർബർ ഷോപ്പിലെത്തി മുടി പറ്റേ മുറിച്ച് രൂപമാറ്റം വരുത്തിയ ഗിരീഷിനെ തലപ്പുഴയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പൊന്നമ്പേട്ട് പോലീസാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കൊലപാതകം നടന്ന് 8.5 മാസത്തിനകം അതിവേഗം വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവിച്ചു. വിരാജ്പേട്ട ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി S. നടരാജാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ യാസിൻ അഹമ്മദ് ഹാജരായി. ന്യൂസ് 18 ബംഗളൂരു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 കേസുകളുടെയും അന്വേഷണ ചുമതല പ്രത്യേക അന്വേഷണ സംഘത്തിൽ AIG G. പൂങ്കുഴലിക്കാണ് മേൽനോട്ട ചുമതല. ഏകീകൃത അന്വേഷണത്തിനായി ആദ്യ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റി. ഈ മാസം 15 വരെയും അറസ്റ്റ് പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 2 ബലാത്സംഗ കേസുകളും ഇനി അന്വേഷിക്കുക AIG ജി പൂങ്കുഴലിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാകും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷിച്ചിരുന്ന ആദ്യ കേസാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. കൊല്ലം ക്രൈംബ്രാഞ്ച് DYSP ഷാനിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥ. രാഹുലിനെതിരായ 2ാമത്തെ ബലാത്സംഗ കേസിന്റെ അന്വേഷണ ചുമതല നേരത്തെ തന്നെ ജി പൂങ്കുഴലിക്കായിരുന്നു. പൂങ്കുഴലിയാണ് ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ആദ്യ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി കേസ് 15-ന് വീണ്ടും പരിഗണിക്കും. 2ാമത്തെ ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ഉപാധികളോടെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശമുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. പതിനഞ്ച് ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയിരുന്നു. ഇത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണെന്നാണ് വിവരം. ഇത്രയും ദിവസം MLA എവിടെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങളില്ല. വരുന്നതിന് 15 മിനിറ്റ് മുമ്പാണ് MLA ഓഫീസിൽ വിവരം ലഭിച്ചത്. ഇതിനിടെ പോലീസും വിവരങ്ങൾ അറിഞ്ഞതോടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂർ എത്തിയ രാഹുൽ അവിടെ നിന്ന് പാലക്കാട്ടെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയെന്നാണ് വിവരം. തുടർന്ന് MLA-യുടെ വാഹനം അവിടേക്ക് വരുത്തി അതിലാണ് വോട്ട് ചെയ്യാനെത്തിയത്. കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് മുമ്പ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാഞ്ഞത് പോലീസിനെതിരെ കടുത്ത വിമർശനത്തിന് കാരണമായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തമിഴ്നാട് പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും 2 മതവിഭാഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹം അംഗീകരിക്കാൻ പ്രയാസമുള്ള കുടുംബങ്ങളുണ്ട്. അങ്ങനെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹിതരായാൽ അത് വലിയ ദുരഭിമാനമാണ് പലർക്കും. തമിഴ്നാട് ഈറോഡിൽ നവവധുവിനെ കാറിൽ കടത്തിക്കൊണ്ടുപോയ ഒരു സംഭവത്തിലേക്കാണ് 21-കാരി മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ സഹോദരിയടക്കം 5 പേർ പോലീസിന്റെ പിടിയിലായി. അന്തിയൂർ മുത്തരസൻകുട്ടിയിൽ താമസിക്കുന്ന സേതുരാജും മഹാലക്ഷ്മിയും വീട്ടുകാരുടെ സമ്മതമില്ലാതെ അടുത്തിടെ പെരുന്തുറയിലെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായിരുന്നു. സുഹൃത്തുക്കളുടെ സഹായത്തോടെയായിരുന്നു വിവാഹം. ഇരുവരും പെരുന്തുറയിൽ വാടക വീട്ടിലായിരുന്നു താമസം. ഇതിനിടെയാണ് മഹാലക്ഷ്മിയെ കാറിലെത്തി തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ മഹാലക്ഷ്മിയുടെ സഹോദരി കൗസല്യ, ഇവരുടെ ഭർത്താവ് സന്തോഷ്, സുഹൃത്തുക്കളായ സാദിഖ്, ലോകേശ്വരൻ, ധനപാൽ എന്നിവരാണ് പെരുന്തറൈ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം കൗസല്യയും മറ്റു 4 പേരും ചേർന്ന് പെരുന്തുറൈ ബസ് സ്റ്റാൻഡിലേക്ക് മഹാലക്ഷ്മിയെ വിളിച്ചു വരുത്തിയിരുന്നു. മഹാലക്ഷ്മിയും സേതുരാജും ഒരുമിച്ചാണെത്തിയത്. സംസാരിക്കുന്നതിനിടെ മഹാലക്ഷ്മിയെ ബലമായി ഇവർ വന്ന കാറിൽ കയറ്റി കടന്നു കളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സേതുരാജാണ് പെരുന്തുറൈ പോലീസിൽ പരാതി നൽകിയത്. പോലീസിന്റെ അന്വേഷണത്തിൽ മഹാലക്ഷ്മി സത്യമംഗലത്തുള്ള ലോകേശ്വരന്റെ വീട്ടിലുള്ളതായി വിവരം കിട്ടി. തുടർന്ന് പോലീസ് എത്തിയാണ് പ്രതികളെ പിടികൂടിയത്. യുവതിയെ മോചിപ്പിച്ച് ഭർത്താവിനൊപ്പം വിട്ടയച്ചു. ന്യൂസ് 18 ചെന്നൈ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്നവരാണ് ഡോക്ടർമാർ. ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അറിയാമെങ്കിലും മദ്യത്തിന് അടിമകളായി ജീവിതം തകർക്കുന്നവരുമുണ്ട്. തിരുവനന്തപുരം വെള്ളറട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ മദ്യപിച്ച് രാത്രി ഡ്യൂട്ടിക്കെത്തിയ ഒരു ഡോക്ടറെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. NHM ഡോക്ടറായ ജിത്തുവിനെയാണ് രോഗികളുടെ പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാറശാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ജിത്തുവിനെ രക്തസാമ്പിൾ ശേഖരിച്ച ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു.
വെള്ളറട ആനപ്പാറ സർക്കാർ ആശുപത്രിയിലാണ് സംഭവം. ഡ്യൂട്ടി ഡോക്ടർ ജിത്തുവാണ് കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയത്. ഇത് ചോദ്യം ചെയ്ത രോഗികളുമായി ഇയാൾ തർക്കത്തിലായി. തുടർന്ന് രോഗികളും നാട്ടുകാരും ചേർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. വെള്ളറട പോലീസ് സ്ഥലത്തെത്തി ഡോക്ടറെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ രോഗികളും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. രോഗികളും നാട്ടുകാരും സംഘടിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാറശാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ജിത്തുവിനെ രക്തസാമ്പിൾ ശേഖരിച്ച ശേഷം തിരികെ എത്തിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പും സമാനമായ സംഭവം ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. രക്തപരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് വെള്ളറട CI പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. കൊല്ലം കടക്കലിൽ ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച് കടന്ന പ്രതിക്കായി അന്വേഷണം ഊർജിതം. റൂറൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സംഭവം. പുലിപ്പാറ സ്വദേശി വിഷ്ണുവാണ് പോലീസിനെ ആക്രമിച്ച് കടന്നു കളഞ്ഞത്. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് ആസിഫ് പിടിയിലായി. അതേസമയം കൊല്ലം ബീച്ചിന് സമീപത്ത് നിന്ന് MDMAയുമായി കണ്ടച്ചിറ സ്വദേശി അരുൺ രാജും പിടിയിലായി. കടക്കൽ കിണറ്റുമുക്കിന് സമീപം രാസലഹരിയുമായി സംഘമെത്തിയെന്ന് പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്ന് റൂറൽ ഡാൻസ് ഓഫീസറുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന ശക്തമാക്കി. ഈ സമയം അവിടേക്ക് കാറിൽ വന്ന 2 അംഗ സംഘത്തെ പോലീസ് തടഞ്ഞു നിർത്തി. പരിശോധനയിൽ ഇവരിൽ നിന്ന് MDMA കണ്ടെത്തി. ഇതിനിടെ കാറിലുണ്ടായിരുന്ന പുലിപ്പാറ സ്വദേശി വിഷ്ണു പോലീസിനെ ആക്രമിച്ച് കടന്നു കളയുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മുഹമ്മദ് ആസിഫ് പിടിയിലായി. ഇയാളിൽ നിന്നും കാറിൽ നിന്നുമായി 9 ഗ്രാം MDMA കണ്ടെത്തിയത്. ലഹരി മരുന്ന് നിറയ്ക്കാൻ കൊണ്ടുവന്ന ചെറുകവറുകളും കണ്ടെടുത്തു. കടക്കൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ആസിഫിനെ റിമാൻഡ് ചെയ്തു. രക്ഷപ്പെട്ടോടിയ വിഷ്ണുവിനായി അന്വേഷണം തുടരുകയാണ്. ഇയാൾക്കെതിരെ നേരത്തെയും ക്രിമിനൽ കഞ്ചാവ് കേസുകൾ നിലവിലുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കൊല്ലം ബീച്ചിന് സമീപം യുവാവ് പിടിയിലായത്. കണ്ടച്ചിറ സ്വദേശി 29-കാരൻ അരുൺ രാജാണ് പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ P. ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടിച്ചത്. ന്യൂസ് 18 കൊല്ലം. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി സംസ്ഥാനത്തേക്ക് വ്യാപകമായി ലഹരി ഒഴുകുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ബസ്സിലും ട്രെയിനിലുമൊക്കെയാണ് ലഹരി കടത്ത്. പാലക്കാട് പട്ടാമ്പിയിൽ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 3.5 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. ബീഹാർ സ്വദേശികളായ ബ്രിജേഷ് റാം, അരുൺ സലാം എന്നിവരെ വാളയാറിൽ പരിശോധനയ്ക്കിടെയാണ് എക്സൈസ് പൊക്കിയത്. കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ കടത്തിയ കഞ്ചാവാണ് പിടിച്ചത്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ 3.5 കിലോ ഉണക്ക കഞ്ചാവ് കണ്ടെത്തി. കേസിൽ ബീഹാർ സ്വദേശികളായ ബ്രിജേഷ് റാം, അരുൺ സലാം എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ N. പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ BJ ശ്രീജി, രാജേഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ സന്തോഷ്, ബിനു, സതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർ പ്രദീപ് എന്നിവർ പങ്കെടുത്തു. കഞ്ചാവ് എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നെന്ന് എക്സൈസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. നടി ആക്രമണ കേസ് ഒരു സെൻസേഷണൽ കേസ് എന്ന് പറഞ്ഞത് വിചാരണ കോടതിയാണ്. അതെ, ഇവിടെ ഒരു സാധാരണക്കാരിയല്ല, നടിയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. അങ്ങനെ ഒരു കേസിൽ വിധി വരുമ്പോൾ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാകണമെന്ന് പൊതുസമൂഹം ആഗ്രഹിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ?
വാദത്തിനിടെ പ്രോസിക്യൂഷൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടിയാണോ വിധി എഴുതേണ്ടതെന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. ഒരിക്കലുമല്ല സാർ, പക്ഷെ അതൊരു താക്കീതാകണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഭയം കൂടാതെ പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങളോ വികാരങ്ങളോ അല്ല ഒരു കേസിൻ്റെ വിധിയിൽ പരിഗണിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കുന്നു. ഇതിൻ്റെ പേരിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അടിച്ചമർത്തപ്പെടുന്ന ഓരോ മനുഷ്യരുടെയും അവസാന പ്രതീക്ഷ നീതിപീഠത്തിലാണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.